വ്യാഴഗ്രഹ മാറ്റത്തിൽ വളരെ അനുകൂലപരമായിട്ട് അനുഭവിക്കാൻ പോകുന്ന കുറേ കൂറുകാരുണ്ട്. ആ കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. ആ കൂറുകാരെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ വരുന്നത് ഇടവക്കൂറാണ്. ഇടവക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ വ്യാഴവും 11ാം ഭാവത്തിൽ ശനിയും, രണ്ടാം ഭാവത്തിൽ വ്യാഴവും 11ാം ഭാവത്തിൽ ശനിയും, ഇങ്ങനൊരവസ്ഥ ഇവർക്ക് അതിശയകരമായിട്ടേ വരികയുള്ളൂ. അതായത് ഏകദേശം 30 വർഷത്തിൽ ഒരിക്കലേ ലാഭസ്ഥാനത്ത് ശനി അനുകൂലത്തിലും ധനസ്ഥാനത്ത് അനുകൂല സ്ഥാനത്ത് വ്യാഴവും ഇങ്ങനെ വരുന്ന അവസ്ഥ 30 വർഷത്തിൽ ഒരിക്കൽ മാത്രം കണ്ടുവരുന്ന ഒരു അതിശയകരമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾക്ക് വളരെ അധികപരമായിട്ടുള്ള കോടീശ്വര യോഗം, ധനപ്രഭുക്കളാകാനുള്ള യോഗങ്ങൾ, ഭാഗ്യവശാൽ ധനം കിട്ടി അതിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ, അതുപോലെ മഹാഭാഗ്യങ്ങൾ നമ്മളെ തേടി വരിക, മഹായോഗങ്ങൾ തേടി വരിക, അത്ഭുതകരമായിട്ടുള്ള വിജയങ്ങൾ തേടി വരിക, ചെയ്യുന്ന തൊഴിലുകളിൽ പ്രശസ്തി അഭിമാനശതമായിട്ടുള്ളതും ധനാഭിവൃദ്ധിക്കുള്ള പ്രശസ്തിയും, അതായത് പ്രശസ്തി മാത്രമല്ല അതിനോടൊപ്പം ധനവും വന്നു ചേരുവാനുള്ള സാധ്യതകൾ, ഗവേഷണ മേഖലയിൽ പ്രത്യേക ഗവേഷണ മേഖലകളിൽ പ്രവർത്തിച്ച് അതിൽ നിന്നും ഒരു ഉപകരണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കൃത്രിമ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ കണ്ടുപിടിച്ച് അതുകൊണ്ട് ഉപജീവന മാർഗം നടത്തുക, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക, ഇങ്ങനെയുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള പല ചിന്തകളും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവർക്കും അത് നേടിയെടുക്കുന്നവർക്കും ഈ രാശിക്കാർക്ക്, അതായത് ഇടവക്കൂറുകാർക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതയുള്ള ടൈമാണ് ഈ 11ൽ ശനിയും രണ്ടാം ഭാവത്തിൽ വ്യാഴവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ ഗംഭീരപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും. വാക്കുകൾ കൊണ്ട് തന്നെ ധനം സമ്പാദിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു വരും. അതിൽ വക്കീലന്മാർ വരാം, ആസ്ട്രോളജർമാർ വരാം, അത് ജ്യോത്സ്യന്മാർ വരാം, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ വരാം, അതുപോലെ തന്നെ പല പല മേഖലകളിൽ വാക്കുകൊണ്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല, അതായത് നാവ് കൊണ്ട് തന്നെ പറയാം. ഗായകന്മാർ വരാം, പ്രവാചകന്മാർ വരാം, അതിശയിപ്പിക്കുന്ന ഓരോരോ പ്രഭാഷണങ്ങളായിരിക്കും പറഞ്ഞു വരിക. അത് പിൽക്കാലത്ത് ചരിത്രപരമായിട്ട് മാറുകയും ചെയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഭാഗ്യം 30 വർഷത്തിലേ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറയുന്നത്. അങ്ങനെ കിട്ടുന്ന ഒരവസ്ഥ നമ്മൾ പാഴാക്കാതിരിക്കുക എന്നാണ് പറയുവാനുള്ളത്. അങ്ങനെ കിട്ടുന്നൊരവസരം നമ്മൾ പാഴാക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ പാഴാക്കാതിരിക്കും എന്ന് വെച്ച് പറഞ്ഞാൽ അവനവൻ ചെയ്യുന്ന പ്രവർത്തികൾ ഭംഗികരമായിട്ട് നോക്കുക. എത്രത്തോളം ഭംഗികരമാക്കുക. ഒരു ചിത്രരചന, ഒരു ഡ്രോയിങ്ങിസ്റ്റ്, ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതിനെ എത്രത്തോളം വന്നിട്ട് സുന്ദരമാക്കാം, മനോഹരമാക്കാം, എത്രത്തോളം വർണ്ണിക്കാൻ പറ്റുന്ന വിധം വർണ്ണനയാക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ അവനവൻ്റെ തൊഴിൽ, ഇപ്പോൾ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള സാങ്കേതികവിദ്യ, ഹൈടെക് സംബന്ധമായിട്ടുള്ള മെക്കാനിക്കൽ സാങ്കേതിക വിദ്യകൾ പ്രയോഗിച്ച് പുതിയ ടെക്നോളജികൾ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതും, അതുപോലെ തന്നെ പുതിയ സോഫ്റ്റ്വെയർ, IT മേഖലയിൽ പുതിയ സോഫ്റ്റ്വെയർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, പുതിയ സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ പുതിയ റോബോട്ടുകൾ എങ്ങനെ നിർമ്മിക്കാൻ പറ്റും, പുതിയ കാറുകളെ, വാഹനങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും, പുതിയ മെഷീനറീസുകളെ എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും എന്നൊക്കെയാണ് ഇവിടെ ചിന്തിച്ചത്. കാരണം ഒരു കാലത്ത് JCB ഉണ്ടായിരുന്നില്ല. JCB വന്നതിന് ശേഷം എത്ര അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ ഉണ്ടായി എന്ന് ചോദിക്കുക. അത് ഒരാളുടെ ഒരു തലച്ചോറായിരിക്കും, ബുദ്ധിയായിരിക്കും, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടേതായിരിക്കും, അങ്ങനെ പലതും ഉണ്ടാകും. പക്ഷേ എന്നിരുന്നാലും ഈ ചിന്തകൾ ഒന്നിലൂടെ വരുള്ളൂ. അത് ഷെയർ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർ കൂടി അതിൽ അംഗത്വമാണ്. പക്ഷേ ഈ ബുദ്ധി ഒരാളിലൂടെ വരുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്.
ആ ബുദ്ധി ഒരാളിലൂടെ വരുന്ന സമയത്ത് ആ ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന സീറ്റിലിരിക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുകയും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതൊരു അസ്വകാര്യമായി തോന്നി നമ്മൾ അപ്പുറത്തെ സീറ്റിൽ പോയിരിക്കും. അപ്പുറത്തെ സീറ്റിൽ പോയിരിക്കുന്ന സമയത്ത് അയാൾ സമാധാനപരമായി ഇരുന്ന് പോകുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല, ചിലപ്പോൾ വർത്തമാനം പറയാൻ തോന്നും. അങ്ങനെയുള്ളൊരവസരമാണ്. അപ്പോൾ സമയം നല്ലതുപോലെ ഇരിക്കുന്ന ഒരു വ്യക്തി ജാതകവശാലും ആ ഒരു വ്യക്തിയുടെ കൂടെ ചേർന്നിരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്ക് കൂടി ഫലങ്ങൾ ഉണ്ടാവും എന്നാണ് ചുരുക്കി പറയുന്നത്. പറഞ്ഞതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. ഒരാളുടെ സമയം എങ്ങനെ ഉണ്ടാവുമോ, ഉദാഹരണത്തിന് പറയട്ടെ, ഇപ്പോൾ ചാരവശാൽ ഇടവരാശിക്കാർക്ക് തന്നെ 11-ൽ ശനിയും 2-ൽ വ്യാഴവും സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരാകും, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഭാര്യ ഭർത്താക്കന്മാരാകാം. ഇതിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോ ആണ് ഈ ഇടവൻ രാശി, മാറൊരാൾക്ക് നേരെ വിപരീതപരമായിട്ടുള്ളതാണ് പറഞ്ഞാൽ ഈ അവസ്ഥ പങ്കുവെക്കുന്ന പറയുന്നത്. പങ്കുവെക്കുമ്പോൾ ഭാര്യയും ഭർത്താവും പങ്കുവെക്കും. അത് മനഃപൂർവ്വമല്ല, അത് സംഭവിച്ചു പോകുന്നതാണ്. ഇയാളുടെ ആ ഒരു അതായത് അനുകൂലപരമായിട്ടുള്ള അവസ്ഥ ഭാര്യയ്ക്ക് കുറച്ച് കൊടുക്കുകയും ഭാര്യയുടെ പ്രതികൂല അവസ്ഥ ഭാര്യ തിരിച്ച് ഭർത്താവിന് കൊടുക്കുകയും ചെയ്യുമ്പോൾ എന്താവും, ഈ പറഞ്ഞിരിക്കുന്ന യോഗങ്ങൾക്ക് ഭംഗങ്ങൾ വരും എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ സഹായിക്കണം. അതുപോലെ തന്നെയാണ് ഒരാളോട് കൂട്ടുകൂടുമ്പോഴും ചിലതുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് നോക്കേണ്ട വെച്ചാൽ സിനിമാ മേഖലയിൽ വളരെ വിശ്വാസികളാണ്. സിനിമാ മേഖലയിലുള്ളവർ വളരെ വളരെ വിശ്വാസികളാണ്. അതായത് ഏതൊരു നടൻ ഏത് കഥാപാത്രത്തിൽ വരുന്നുവോ ആ പടങ്ങളെല്ലാം വിജയിച്ചിരിക്കും. അപ്പോൾ ഈ കാസ്റ്റ് ചെയ്യുന്നവർ, അതായത് സ്റ്റാറുകളെ, അതായത് നടന്മാരെ സെലക്ഷൻ ചെയ്യുന്നവർ ഇന്ന വ്യക്തിക്ക് ഒരു ചെറിയ റോളെങ്കിലും അല്ലെങ്കിൽ മെയിനായിട്ടൊരു കഥാപാത്രം കൊടുക്കും. കാരണം വെച്ചാൽ പടം സക്സസ് ആകാൻ വേണ്ടിയിട്ട്. കാരണം അവൻ്റെ സമയം നല്ലതാണ്, അതാണ് പറയുന്നത്. ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ അടുത്ത കാലത്ത് ഒരു സിനിമ, രജനികാന്തിൻ്റെ ജയിലർ സിനിമയിൽ ഒരു സൈക്കോളജിസ്റ്റായിട്ട് വരുന്ന ഒരു വ്യക്തിയുണ്ട്. തമിഴ് നായകനാണ്, പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അയാൾ തെലുങ്കിലും ഹിന്ദിയിലും മലയാളത്തിൽ വന്നൊന്നും അറിയില്ല, അതിലെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം വെച്ചാൽ അയാളുടെ സമയം തെളിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ഒരു റോൾ കൊടുത്ത് പറഞ്ഞാൽ അയാളുടെ ഇംഗിതം മൂലം ചിലപ്പോൾ പടം വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഇതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ളൊരു സമയത്തിൽ പെട്ടിരിക്കുന്ന ഒരു കൂറുകാരനെയാണ് ഇടവ കൂറുകാർ. അപ്പോൾ ഇവർ എവിടെ പോകുന്നുവോ അവിടേക്ക് ഏതൊരു കമ്പനിക്ക് സെലക്ട് ചെയ്യുമോ ആ കമ്പനിയോട് ഉയർച്ച ഉണ്ടാവും. ഏതൊരു കുടുംബത്തിൽ കയറി പോകുന്നുവോ ആ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവും. കുടുംബത്തിന് ഐശ്വര്യം, അഭിമാനവും വർധനയും ഉണ്ടാവും. അതുപോലെ തന്നെ അവരോട് ചേർന്ന് നിൽക്കുന്നവർക്കെല്ലാം ഇവരത് പങ്കുവയ്ക്കും, അവരുടെ ദോഷങ്ങൾ മാറ്റിക്കൊടുക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള അനുഭവപരമായിട്ട്, അതേ സമയത്ത് ഭാര്യയ്ക്കും ഇതുപോലെ ഒരു അനുകൂലപരമായിട്ടുള്ള സമയവും ജാതകത്തിൻ്റെ ഇതുപോലെ തന്നെ അനുകൂലമായ സമയം ഞാൻ പറഞ്ഞതെല്ലാം സംഭവിക്കും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇവിടെ ഒരു അവസ്ഥ എന്ന് വെച്ച് പറഞ്ഞാൽ ജാതകം നോക്കിയപ്പോൾ ജാതകത്തിലും നല്ല സമയം, ചാരവശാലി ഈ പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും അനുഭവത്തിൽ വരുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങളൊന്നും അനുഭവത്തിൽ വരുന്നില്ല. ജാതകം പരിശോധിച്ചു, ജാതകത്തിൻ്റെ ഒരു കുഴപ്പമില്ല. അപ്പോൾ അവിടെ എന്തോ ഒരു കെട്ട് കിടക്കുന്നുണ്ട്. പറഞ്ഞാൽ ഉദാഹരണത്തിന് കൊണ്ട് പറഞ്ഞാൽ വയറിങ് എല്ലാം കഴിഞ്ഞ് എല്ലാം സെലക്റ്റായി ജോയിൻ്റ് എല്ലാം കൊടുത്തുപോയി. പക്ഷേ അയാൾ ഈ ഇലക്ട്രീഷ്യൻ എന്തെങ്കിലും ചിലപ്പോൾ വിട്ടു വെച്ചിട്ടുണ്ടാവും. അതായത് ബൾബുകളൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ആ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കണ്ടേ വേണ്ട. നമ്മളെല്ലാം ചിലപ്പോൾ ചില ബൾബുകളിൽ നോക്കുമ്പോൾ കത്തുണ്ടാവും, ചില ബൾബുകൾ കത്തുണ്ടാവില്ല. അപ്പോൾ എന്താ വെച്ചാൽ ചില വയർ ജോയിൻ്റ് ആക്കാൻ അവിടെ കട്ട് ചെയ്തിട്ട് പോകും. അപ്പോൾ അതുപോലെ ഈ ജാതകത്തിൻ്റെ എന്തെങ്കിലും ഓരോ ഭാഗങ്ങൾ അല്ലെങ്കിൽ സ്തംഭനാവസ്ഥ, ഉച്ചാടന മാരണം എന്നൊക്കെ കൊണ്ട് പറയുന്ന ഈ പറയുന്ന സ്തംഭനാവസ്ഥ അല്ലെങ്കിൽ ആഭിചാരാവസ്ഥ എന്നൊക്കെ ചില പറയുന്നതൊക്കെ ഉണ്ടാവും. ഈ ആഭിചാരാവസ്ഥ എന്നൊക്കെ പറയുന്നതും സ്തംഭനാവസ്ഥ എന്ന് പറയും, സ്തംഭിപ്പിക്കുക എന്ന് പറയില്ലേ. സ്തംഭിപ്പിച്ച ഒരാളെ പണ്ട് കാലത്തൊക്കെ മാന്ത്രികത്തിൽ ഒരാളിനെ സ്തംഭിപ്പിക്കാൻ പറ്റും, നിർത്തിയോട് വെച്ച് നിർത്താൻ പറ്റും, പിന്നെ അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല എന്ന് പറയും.
അങ്ങനെയുള്ള സ്തംഭനാവസ്ഥ എന്നൊക്കെ വേണ്ടുണ്ട്. അങ്ങനെയുള്ള ചില ആഭിചാരക്രിയകളും മറ്റുള്ളതൊക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിനാണ് നിങ്ങൾ ഈ സമയം അനുകൂലമല്ലെങ്കിൽ തീർച്ചയായിട്ടും ജാതകം പരിശോധിക്കണം. ജാതകം പരിശോധിച്ചതിന് ശേഷം ജാതകത്തിലും അനുകൂല സമയമാണ് എന്നിട്ടും അനുഭവത്തിൽ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രശ്നം വെച്ച് ഒരു പ്രശ്നകർത്താവിനെ, ഒരു ജ്യോതിഷനെ അല്ലെങ്കിൽ ഒരു ഗുരുനാഥനെ കണ്ട് പ്രശ്നം വെപ്പിച്ച് അതിനുള്ള ദോഷപരിഹാരങ്ങൾ നോക്കി അതിനെ വേണ്ട വിധം ശരിയാക്കി എടുത്തതിന് ശേഷം മുന്നോട്ട് പോവുക. അതിൻ്റെ പ്രവർത്തനം നിങ്ങൾ ആദ്യം തന്നെ കൂട്ടിയെടുക്കുക. കാരണം 10 മാസ കാലയളവാണ് വ്യാഴം അതിലുള്ളത്. ശനിയുടെ എന്തായാലും 2 വർഷം 4 മാസം ഉണ്ടാവും. എന്നിരുന്നാലും 10 മാസ കാലയളവ്, ഈ 10 മാസം മതി. 10 കോടി ഉണ്ടാക്കാൻ 10 മാസം മതി. അങ്ങനെയുള്ളൊരു സമയമാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിൻ്റെ ട്രബിൾ, അത് നമ്മളിപ്പോൾ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇനിയും വലിയൊരു സമയമുണ്ടല്ലോ കൊണ്ട് കാത്തിരിക്കാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് എല്ലാം സെറ്റപ്പ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് ക്ലിയർ ആക്കി വയ്ക്കുക എന്നുള്ളത് പറയുന്നത്. വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്, വിളിച്ച് ചോദിക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ വിളിച്ച് ചോദിക്കാം. അതിനുള്ള പരിഹാര മാർഗങ്ങളും എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ അതിനുള്ള വഴിത്തിരിവുകളെല്ലാം പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് 30 വർഷത്തിലൊരിക്കൽ മാത്രം വരാൻ പറ്റുന്ന ഈ യോഗങ്ങളാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. ഇനി ഇതേമാതിരി ഒരു യോഗം വരണമെങ്കിൽ ലാഭവും ധനവും. അപ്പോൾ 2 ഭാഗവും ഒരുമിച്ച് വരുന്ന ഒരവസ്ഥ ജീവിതത്തിൽ വരുന്ന സമയത്ത് അത് നമ്മൾ മുതലാക്കിയെടുക്കണം എന്നാണ് പറയുന്നത്. നമസ്കാരം.